സംസ്ഥാനത്ത് 4 കൊല്ല ബിരുദ കോഴ്സ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് നടത്തുമെന്നറിയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മാസം 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഈ ക്ലാസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ അപ്ഡേഷൻ ചെയ്യുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. മന്ത്രി ക്ലാസ് എടുക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊക്കെ ഒരു ഇടപെടലായിട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പറയുന്നത്. ഗുഡ് മോർണിംഗ് SKN. 4 വർഷത്തെ ബിരുദം ഈ ജൂലൈ മുതൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിലവിൽ വരികയാണ്. ഇത് സംബന്ധിച്ചാണ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഈ ക്ലാസ് നടക്കുക. സർവകലാശാലകളിലെ അധ്യാപകരെല്ലാം തന്നെ സർക്കാർ, അതോടൊപ്പം തന്നെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ, സ്വാശ്രയ അൺഎയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ എല്ലാവരും തന്നെ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കോളേജുകൾ ഏതൊക്കെ അധ്യാപകർ ക്ലാസ്സിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ട് സർവകലാശാലകൾക്ക് നൽകണം. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ നേരിട്ട് ക്ലാസ് എടുക്കുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെയുള്ള പരിഷ്കരണങ്ങളിലൊക്കെ ഏതെങ്കിലും ഉന്നതതല സമിതികളോ സർക്കാർ ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം നൽകുന്ന ഏതെങ്കിലും വ്യക്തികളോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ എടുക്കുക പതിവുള്ളത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ അധ്യാപകർക്കായി ഒരു ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് വളരെ അത്യപൂർവമായ ഒരു സംഭവമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ഉയർന്നു കഴിഞ്ഞു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വം നൽകുന്ന ഒരു ക്ലാസ് യഥാർത്ഥത്തിൽ ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്.